പഴയ ലെഡാസെറ്റ് ബാറ്ററിയൊക്കെ മാറ്റിയിട്ടേ ഇപ്പൊ എല്ലാവരും ലിഥിയത്തിലേക്കാണ് പോയിരിക്കുന്നത് കേട്ടോ. മൂവ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും വെള്ളമൊന്നും ഒഴിക്കണ്ട, മെയിൻ്റനൻസ് ഫ്രീ ആണ്, വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിക്കാണ്. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഇൻവെർട്ടർ അവിടെ കൊണ്ട് സെറ്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ പാക്കറ്റ് ഇതാ പൊട്ടിക്കുന്നത് കേട്ടോ. നമ്മുടെ വാരിയറിൻ്റെ ഇൻവെർട്ടറാണ്, പോർട്ടബിൾ ആണ് ഇത് വരുന്നത്. നമുക്ക് 1 കിലോ വാട്ട് മുതൽ 10 കിലോ വാട്ട് വരെ ഇതേ മോഡലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വാരിയർ ലിയോൺ എന്നാണ് ഈ ഒരു മോഡലിന്റെ പേര് വരുന്നത്. ഇത് WM1550 ഈ ഒരു മോഡലിന്റെ പേര്. അപ്പോൾ ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 25 കിലോ ആണ് ഈ ഒരു ഇൻവെർട്ടറിന്റെ വെയിറ്റ് വരുന്നത്. നമുക്ക് വളരെ കുറഞ്ഞ ഏതെങ്കിലും ഒരു സ്പേസിലൊക്കെ നമുക്കിത് കയറ്റി വെക്കാം കേട്ടോ. ജസ്റ്റ് അതിന്റെ എയർ പാസ് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ കൊടുത്താൽ മാത്രം മതി. ഒരു സൈഡിലാണ് നമ്മുടെ അതിന്റെ കൂളിംഗ് ഫാൻ വരുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് അതിന്റെ സ്വിച്ചും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഔട്ട്പുട്ട് എടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളുമാണ് ഒരു സൈഡിൽ വരുന്നത്. വളരെ വീതി കുറഞ്ഞ ഇത് കണ്ടില്ലേ, സ്ലിം ആയിട്ടുള്ള, നമ്മൾ ഒരു സ്ലിം ആയിട്ടുള്ള പൊസിഷനിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും കയറ്റി വെക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരു സൈഡിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. KSEBയുടെ ഒരു MCB നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 16 ആമ്പിന്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. PMS സ്വിച്ച്. അതുപോലെ ഇത് മോളിലൊക്കെ തൂക്കിയിടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്ലാമ്പ് പ്രത്യേകം കമ്പനി അവിടെ സ്റ്റിക്കർ അടിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമുക്കൊരു 3 ഹെവി ആയിട്ടുള്ള നല്ല സ്ക്രൂ ഒക്കെ ഹാങ് ചെയ്തിട്ട് ഈ ഒരു ഇൻവെർട്ടർ നമുക്ക് ഭിത്തിയിൽ എവിടെ വേണേലും ഹാങ് ചെയ്ത് വെക്കാം. ഇതിന്റെ വെയിറ്റ് വരുന്നത് 25 കിലോ വെയിറ്റ് ആണ്. ഇതിന്റെ സൈഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ നമ്മുടെ KSEBയുടെ ലൈനിൽ ഒരു പ്രൊട്ടക്ഷൻ, അതായത് ഒരു MCB, നമ്മുടെ സർക്യൂട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് ട്രിപ്പ് ആവാൻ, നമ്മുടെ ഇൻവെർട്ടറിനെ ബാധിക്കാതിരിക്കാനും, അപ്പോൾ അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഒരു MCB. പിന്നെ അതുപോലെ തന്നെ BMSന്റെ സ്വിച്ച്, അതുപോലെ തന്നെ KSEB ചാർജിങ്ങിന്റെ സ്വിച്ച് ഉണ്ട് കേട്ടോ. ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഓൺ ചെയ്തിടാം, ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്യാം. സോളാറിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ എക്കോ മോഡ്, അതായത് നമുക്ക് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് UPS മോഡ് നമുക്ക് ഓൺ ആക്കി ഇടണമെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്വിച്ചുകളൊക്കെ നമുക്ക് സൈഡിൽ തന്നെ വളരെ എന്താ പറയുക, ഒതുങ്ങിയ രീതിയിൽ തന്നെ ഇതിന്റെ ഒരു ബോഡി കണ്ടില്ലേ, വളരെ നല്ല നേരത്തെ നല്ല രീതിയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ടോപ്പ് സൈഡിലായിട്ട് നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ബാറ്ററിയുടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു സോളാർ പാനലൊക്കെ ഇപ്പോൾ ഒരു 600 വാട്ട്സ് അല്ലെങ്കിൽ 650 700 വാട്ട്സ് ഒക്കെ ഉള്ള സോളാർ പാനൽ നമുക്കൊരു MPPT ഇട്ടിട്ട് അത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും നമുക്ക് ബാറ്ററിയിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ഇട്ടിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് KSEBയുടെ ചാർജിങ് ഓഫ് ചെയ്ത് വെക്കാനുള്ള സ്വിച്ചും ആ സൈഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോപ്പിലെ ഈ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ ഷോർട്ട് ആവാനോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിന്റെ സ്വിച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഇൻവെർട്ടർ സ്വിച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെയാണ്, ആ ഡിസ്പ്ലേയുടെ താഴെയാണ് നമുക്ക് ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമായിട്ട് ഉപയോഗിക്കുന്നത്. ഡിസ്പ്ലേ സൈലന്റ് ആയിരിക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം, അതായത് കറണ്ട് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുന്ന സമയത്ത്, ചാർജിങ് വരുന്ന സമയത്ത്, അങ്ങനെയുള്ള സമയത്ത് മാത്രമേ ആ ഡിസ്പ്ലേ ഓൺ ആവുകയുള്ളൂ. അല്ലാത്ത സമയത്ത് അത് സൈലന്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, കാണാൻ നല്ല ക്യൂട്ടാണ്. അപ്പോൾ നമ്മൾ അതിന്റെ സൈഡിൽ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ, BMSന്റെ സ്വിച്ച് ഉണ്ട്, നമുക്കത് ഓൺ ആക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ അവിടെ ഓൺ ആയി വരും. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് അതിനകത്ത് കാണാം നമ്മുടെ ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽസുകൾ, ബാറ്ററിയുടെ ചാർജിങ്, ഇൻവെർട്ടർ ഓൺ ആണോ, UPS മോഡ് ഓൺ ആണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ബാക്കപ്പ് റെഡിയായ സമയത്ത് നമുക്ക് അതിന്റെ ബാക്കപ്പിന്റെ LED നമുക്ക് അവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ സൈഡിലും ഇതുപോലെ ഞാൻ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ ഇടാറുണ്ട്. ഇപ്പോൾ നമ്മൾ KSEBയുടെ ലൈന് കണക്ട് ചെയ്തിട്ടില്ല, ചാർജിങ്ങിന്റെ ലൈറ്റും കത്തിയിട്ടില്ല, അതായത് KSEBയുടെ ലൈന് നമ്മളവിടെ സോക്കറ്റിൽ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട്. പിന്നെ ബാറ്ററി ലോ എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ നമുക്ക് താഴെ അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്പ്ലേയിൽ നമുക്ക് ഉള്ള ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ നമ്മുടെ ആ ഒരു ഡിസ്പ്ലേക്കകത്ത് കുറേ ഡീറ്റെയിൽസ് നമുക്ക് എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത് കണ്ടോ, സ്റ്റെയറിനടിയിലാണ് ഇവരുടെ ഈ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്, ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള. അപ്പോൾ വളരെ ഒതുങ്ങിയ ഒരു സ്പേസിൽ നമുക്കിതിങ്ങനെ കയറ്റി വയ്ക്കാം. നിങ്ങൾ കണ്ടില്ലേ, വളരെ ഒതുങ്ങിയ സ്പേസ് എന്ന് പറഞ്ഞാൽ, മറ്റേ നമ്മൾ പഴയ ലെഡാസിഡ് ബാറ്ററി ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാറ്ററി വെക്കാനൊരു സ്ഥലവും പിന്നെ വെള്ളം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട്, കയറുവാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പം പുതിയ രീതിയിലേക്ക് വന്നപ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ ഒരു മാറ്റങ്ങൾ വന്നു. ഇത് ഇൻവെർട്ടറിന്റെ അടിയിൽ 4 പ്ലാസ്റ്റിക് ബുഷുകളുണ്ട്. നമുക്ക് 1ഉം 2ഉം KBയുടെ ഒക്കെ വരുന്നത് ഈ മോഡലിലായിരിക്കും. ബാക്കിയുള്ള 3 KB മുതൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ട്രോളി ടൈപ്പാണ്. കാരണം അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് നമുക്കത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ സിസ്റ്റം ആയതുകൊണ്ട്, അതായത് ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു 1 KBയുടെ ഇത് ഈ സിസ്റ്റം 1100 വാട്ട്സ് ആണ് ഇതിന്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. ഇപ്പോൾ നമ്മുടെ KSEBയുടെ നമുക്ക് ലൈൻ കണക്ട് ചെയ്യാനുള്ള കേബിള് നമ്മുടെ 16 ആംസ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇൻവെർട്ടറൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ പുതിയ വീട് പണിയുന്നവർക്കൊക്കെ എപ്പോഴും 16 ആംസിന്റെ ഒരു സോക്കറ്റ് നമുക്ക് അവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സ്വിച്ചും കാര്യങ്ങളും ഒക്കെ
ഇപ്പൊ ഈ ഒരു വീട്ടിൽ നമ്മൾ അതായത് കണ്ടില്ലേ ഔട്ട്പുട്ട് എടുക്കുവാനായിട്ട് അതായത് ലിങ്ക് ചെയ്ത് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വേണം എല്ലാവരും ചെയ്യാൻ. ചിലർ ചെല്ലുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും കൊടുത്തിട്ട് എർത്തിനകത്ത് റിട്ടേൺ കയറ്റി വിടുന്ന ഒരു പതിവാണ് നമ്മൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് പുതിയ രീതിയിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പിന്ന് ഊരിയിട്ട് നമുക്ക് ബൈപ്പാസ് ചെയ്ത് കുത്തുവാനായിട്ടുള്ള ഒരു സൗകര്യത്തിന്. ഇപ്പൊ പല വീട്ടിലും ചെല്ലുമ്പോൾ നമ്മൾ ഇത് അഴിച്ച് രണ്ടാമത് വേറെ സോക്കറ്റൊക്കെ ഇട്ട് കൊടുത്താണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടോ ഔട്ട്പുട്ട് കൊടുത്തു. അതുപോലെ തന്നെ KSEB ലൈന് നമ്മളിവിടെ ജസ്റ്റ് കണക്ട് ചെയ്തു. ഇനി സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല. അതായത് സൈഡിലെ MCB നമ്മൾ ഓൺ ആക്കിയിട്ടില്ല. നിങ്ങൾ കാണുന്നല്ലോ, ഓഫ് ചെയ്തിട്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ അവിടെ KSEBയുടെ ആ ഒരു ലൈൻ വന്നതായിട്ട് നമുക്ക് ഡിസ്പ്ലേ കാണാത്തത്. അപ്പൊ ഔട്ട്പുട്ട് നമ്മളിവിടെ സോക്കറ്റിൽ കണക്ട് ചെയ്തു. അത് MCB നമ്മൾ ജസ്റ്റ് ഓൺ ആക്കുകയാണേ. ഇത് കണ്ടോ പല സൈഡിലെ MCB ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് ആ ഡിസ്പ്ലേയുടെ ഇടത് സൈഡിലെ ആ ലൈറ്റ് കത്തി, അതായത് മെയിൻസിന്റെ ആ ലൈറ്റ് കത്തിയിരിക്കുന്നു. അപ്പൊ മെയിൻസ് വന്നു. ഇനി അത് ബാറ്ററി ചാർജിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. മോണിറ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്ററിക്ക് എത്രമാത്രം ചാർജ് ഉണ്ടെന്ന് നോക്കിയിട്ടത് ചാർജ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസിലേക്ക് വരും. അപ്പോൾ അതിന്റെ അടിയിൽ മെയിൻസിന്റെ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ചാർജിങ്ങിന്റെ ലൈറ്റ് കത്തി. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലായല്ലോ, ചാർജിങ് ലൈറ്റ് കത്തി. ആ ലൈറ്റ് കത്തി കിടക്കുമ്പോൾ നമ്മുടെ ബാറ്ററി ചാർജിങ്ങിലേക്ക് പോയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓപ്പോസിറ്റ് സൈഡിൽ 2 കൂളിംഗ് ഫാൻ ഉണ്ട്. സിസ്റ്റം ഹീറ്റ് ആവുന്ന സമയത്ത് ആ ഫാൻ ഓൺ ആയിട്ട് സഡൻ ആയിട്ട് ഓൺ ആയിട്ട് ആ ഒരു ഹീറ്റിനെ വലിച്ച് വെളിയിൽ കളയുക. ഒരു ഫാന് നമുക്ക് ഇൻസൈഡിലേക്ക് കാറ്റ് കൊടുക്കുക, ഒരെണ്ണം നമുക്ക് പുറത്തേക്ക് തള്ളിക്കളയും. 2 ഫാനാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ആ സൈഡ് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ അടച്ചു വെക്കാറില്ല, ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ. കാരണം എയർ സർക്കുലേഷൻ നമുക്ക് എപ്പോഴും ആവശ്യമാണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ. ഇത് കണ്ടല്ലോ. നമുക്ക് അതുപോലെ തന്നെ KSEBയുടെ ലൈൻ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കപ്പ് ഓട്ടോമാറ്റിക് തന്നെ ഇതിനകത്തൂടെ കയറി പോകുന്നതായിരിക്കും. ഇപ്പൊ ചാർജിങ് വരുന്ന സമയത്ത് ഇതിനകത്ത് ആ ലൈറ്റ് കത്തി കിടക്കും. ചാർജ് ഫുൾ ആയതിനു ശേഷം ആ ചാർജിങ്ങിന്റെ ഏറ്റവും അടിയിലത്തെ ലൈറ്റ് ഓഫ് ആവും. പിന്നെ യൂസർ മാനുവൽ വാറണ്ടി കാർഡ് വിത്താണ് നമുക്ക് വരുന്നത്. ലിയോൺ ഇത് കണ്ടോ, ഈ ബുക്കിനകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും, അതായത് ചാർജിങ് ആംബിയർ, അതുപോലെ തന്നെ വോൾട്ടേജ് കാര്യങ്ങൾ, കട്ട് ഓഫ് എത്രയാണ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസുകൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് എൻ്റെ ഈ ഒരു വീഡിയോയുടെയും എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പറുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇതുപോലെ തന്നെ നമ്മുടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻവെർട്ടറുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ 1 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. വീഡിയോ കണ്ടതിന് നന്ദി.